പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മ മാതാവിനോടും ക്ഷമ പറയുന്നു, ഈശോയോടും ക്ഷമ പറയുന്നു. സാക്ഷ്യം വൈകാൻ വൈകിയതിന്. എൻ്റെ പേര് ജെസി, ഇതെൻ്റെ ഹസ്ബൻഡ് ടെൽസൺ. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ ആദ്യം കൃപാസനത്തിൽ വന്നത് 2015 2015 മുതൽ ഞാൻ കൃപാസനത്തിൽ വരുന്നുണ്ട്. 2017 ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി എടുത്ത് അത് കൊറോണ കാലങ്ങളൊക്കെ സമയം അതെൻ്റെ കൈമോശം വന്നു പോയി. എങ്കിലും ആ 2017 ഉടമ്പടി തൈലം ഈ വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2019 എൻ്റെ ഹസ്ബൻഡ് കൽപ്പണിയാണ്, പുള്ളി 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണു. അതിന് മുന്നേ രാവിലെ ജോലിക്ക് പോണതിന് മുമ്പ് തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും. എൻ്റെ മോന് ക്ലാസ്സിൽ പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും, ഞാൻ പുറത്ത് പോകുമ്പോഴും കുരിശ് വരച്ചു കൊടുക്കും. ഞങ്ങൾ ഉടമ്പടി തൈലം കുരിശ് നെറ്റിയിൽ വരക്കാതെ പുറത്ത് പോകാറില്ല. അപ്പം അന്ന് ടെൽസൺ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത, അരുതാത്തൊരു ചിന്ത വന്നു. എല്ലാ ദിവസവും ചെയ്യണതല്ലേ, എന്തിനാണ് ഇന്ന് ചെയ്യണേന്നുള്ളൊരു ചിന്ത വന്ന് ആ നിമിഷം തന്നെ ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞു. മാതാവിൻ്റെ ഉള്ളിൽ തോന്നിച്ചു, നീ എന്താണ് ഈ പറയണമെന്നുള്ളൊരു തോന്നൽ വന്ന് അപ്പം തന്നെ ഞാൻ ക്ഷമ പറഞ്ഞ് വെക്കം തൈലം കൊടുത്ത് ഞാൻ നെറ്റിയിൽ കുരിശിട്ട് വരച്ച് ആണ് ജോലിക്ക് വിട്ടത്. 10 മണിയായപ്പോൾ എനിക്കൊരു ഫോൺ തന്നെയാണ്. ടെൽസൺ 2ാം നിലയുടെ മുകളിൽ നിന്ന് റോഡ് സൈഡിലേക്ക് വീണ് എന്നും പറഞ്ഞിട്ട് ഫോൺ വന്നേക്കണ്. അപ്പോൾ ഇയാളുടെ മേസ്ത്രിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുള്ളി വീൽ ചെയറിലിരിക്കണേണ്. അപ്പം ഞാൻ ആകെ വിഷമിച്ചാണ് ചെല്ലണത്. അപ്പോൾ ഇയാളുടെ വൈഫാണെന്ന് പറഞ്ഞിട്ട് കണ്ടു നിന്നതിൽ ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞ്, മോളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ചേട്ടൻ രക്ഷപ്പെട്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ കണ്ടുകൊണ്ട് നിൽക്കണേണ് 2ാം നിലയുടെ മുകളിൽ നിന്ന് വീഴുമ്പോൾ നടുവൊടിഞ്ഞു പോകാം, തല ചിതറിപ്പോകാം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ടതായിരുന്നു. ഇത് 3 സ്റ്റിച്ച് തലയുടെ പുറകിൽ, വലത്തെ കയ്യിൽ ചെറിയൊരു ചതവ്, ഇത്രയും ഉണ്ടായിരുന്നുള്ള ആകെ ഉണ്ടായത്. ഇത് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ തൈലം, ആ തൈലത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മനുഷ്യൻ ഇന്ന് എൻ്റെ കൂടെ. ക്ഷമിക്കണേ അമ്മേ, 2019 പറയേണ്ട സാക്ഷ്യമാണിത്. 2026 വരെ ഞാനത് വൈകിച്ച്, ഇവിടെ മാത്രമേ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വൈകിട്ടുള്ളൂ. എന്നെ അറിയാവുന്നവരോടും ഉടമ്പടിയുടെയും കൃപാസനത്തിലെയും കാര്യം പറയുന്നവരോടെല്ലാം ഞാൻ ഈ സാക്ഷ്യം പോലെ ഞാനിത് പറയാറുണ്ട്. 2ാമത്തെ എൻ്റെ സാക്ഷ്യം, 2ാമത് ഞാൻ ഉടമ്പടി എടുത്ത് 2022 മെയ് മാസം 4-ാം തീയതി വന്ന് ഞാൻ 2ാമത് ഉടമ്പടി എടുത്ത്. ആ ഉടമ്പടിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആ ഉടമ്പടി എടുത്ത് 2023 ഒക്ടോബർ മാസത്തിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കുരു പോലെ വന്ന്, അതെൻ്റെ 2ാമത്തെ മോൻ 5 മാസമുള്ളപ്പോൾ ഈശോൻ്റെ അടുത്തേക്ക് പോയതാണ്. അപ്പോൾ പാലിങ്ങനെ ഇതായിരിക്കുമ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതങ്ങനെ അന്നേരം കളഞ്ഞതാണ്, ഒരു 10 കൊല്ലം മുമ്പ് കളഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു ഇത് മുഴുവൻ പോയില്ലെങ്കിൽ 2ാമത് വരുമെന്ന്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം ഈ സൈഡിലിങ്ങനെ വന്നായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോയില്ല. ഞാൻ പരിശുദ്ധമ്മയുടെ തൈലവും ഉപ്പവും മിക്സ് ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ തേച്ച് പ്രാർത്ഥിച്ച് ഇപ്പം 3 വർഷമായി, ഒരു കുഴപ്പവും അവിടെ ഇല്ല. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ജോലി, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോലി, ആ ഒരു ജോലി തന്നെ എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ സഹായിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എനിക്കൊരു ജോലി തന്നു, ഒരു കോഫി ഷോപ്പിലാണ്. സന്തോഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു. ഇപ്പോൾ 1 വർഷമായി. അതിൽ നിന്ന് ഡെയിലി വേജസ് ആണെങ്കിലും ആഴ്ചയിലാണ് ഞാൻ കാശ് മേടിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ആഴ്ചയിൽ 700 രൂപ വെച്ച് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ പ്രവർത്തനമായിട്ട് മാറ്റിവെക്കുന്നു. ഭയങ്കര സന്തോഷമാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ മാതാവും ഈശോയും സഹായിച്ച് എനിക്കൊരു ജോലി കിട്ടി. 4ാമത്തെ സാക്ഷ്യം, എനിക്ക് ഒക്ടോബർ മാസത്തിൽ 2025 ഒക്ടോബർ മാസത്തിൽ നെഞ്ചിനും മുതുകിനും ഭയങ്കര വേദനയായിരുന്നു, ഇടത്തെ സൈഡും ഭയങ്കര വേദന. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് കൊളസ്ട്രോൾ നോക്ക്, കൊളസ്ട്രോൾ ആയിരിക്കും. പക്ഷേ എനിക്കറിയാമായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നെഞ്ച് വേദന, മുതുക് വേദന, ഇത് എൻ്റെ കയ്യിൽ നിൽക്കണ കാര്യമില്ലെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പായിരുന്നു. എന്നാലും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, ഞാനത് കൊണ്ടുകൊണ്ട് നടന്ന്. കാരണം എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്, ഒരുപാട് മക്കളുടെ അടുത്ത് നിൽക്കുന്ന ജോലിയാണ്. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണ്. അപ്പം ഞാനത് വീട്ടിൽ പറഞ്ഞില്ല, ഞാനതും കൊണ്ടുകൊണ്ട് നടന്ന്. ഒക്ടോബർ കഴിഞ്ഞ്
നവംബറായി. നവംബർ 23 ആയിക്കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എനിക്ക് നെഞ്ച് കൊളുത്തി വലിക്കുന്ന വേദനയാണ്. മുതുകും നെഞ്ചും കൊളുത്തി വലിക്കുന്ന ശക്തമായ വേദന. ആ വേദനയിൽ ഞാൻ ഉടമ്പടി കാശുരൂപവും കൊന്തയും പിടിച്ച് നേരം വെളുപ്പിച്ചെടുത്ത്. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞില്ല. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വേദന മാറി. ഞാൻ ജോലിക്ക് പോയി. പിറ്റേ ദിവസം ചൊവ്വാഴ്ച 24 രാവിലെ എഴുന്നേറ്റ് മരിച്ചവരുടെ മാസം ആയതുകൊണ്ട് അപ്പച്ചനമ്മച്ചിക്കും ടെൽസിൻ്റെ അപ്പച്ചനമ്മച്ചിക്കും എൻ്റെ കുഞ്ഞിനൊക്കെ കുർബാന കൊടുത്തേച്ച്. അപ്പോൾ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ചിന്ത വന്ന്, സാധാരണ നോർമലായിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകണ്ട, വേറെ എവിടെയെങ്കിലും പോകുന്നുള്ളൊരു ചിന്ത വന്നത് കാരണം അവിടെ അടുത്തൊരു കോസ്മിക് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് ECG എടുത്തേക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ECG എടുത്തപ്പോൾ വേരിയേഷൻ കാണിച്ച്. അപ്പോൾ മോനാണ് എൻ്റെ കൂടെ ഉണ്ടായത്. മോനോട് പറഞ്ഞ്, മോനെ ഇത് അമ്മേനെ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തര്, വേരിയേഷൻ കാണിക്കുന്നുണ്ട് നല്ലതുപോലെ എന്ന് പറഞ്ഞ്. 2-3 പ്രാവശ്യം ECG എടുത്തിട്ടാണ്, 2-3 പ്രാവശ്യം എടുത്ത് ECG ഡോക്ടറിന് സംശയം തോന്നിയിട്ട്. അങ്ങനെ മോൻ പറഞ്ഞ് നമുക്ക് ഡോക്ടർ പറഞ്ഞു ഒന്ന് ലക്ഷോറാണ് അടുത്തുള്ളത്, ലക്ഷോറും PS മിഷനും. അപ്പോൾ ഞാൻ പറഞ്ഞു ലക്ഷോറിലോട്ട് പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കഴിഞ്ഞിട്ട് അവൻ സമ്മതിക്കണില്ല. അവൻ അനിയത്തിനെയും ചേച്ചിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അനിയത്തി പോയി ലൂർദിൽ ചീട്ടെടുത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ECG എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ECG എടുക്കാൻ വേണ്ടി കയറി. ECG എടുത്തുകൊണ്ട് ചെന്നു. അന്നേരവും കാശുരൂപവും കൊന്തയും എൻ്റെ കയ്യിൽ ഞാൻ മുറുക്കി പിടിച്ചേക്കണേണ്. പേടിയില്ല. സാധാരണ ഒരു സൂചി കണ്ടാൽ പേടിച്ച് കരയണ ഞാനാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകും. പേടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്ന് ECG എടുത്ത് ECGയുടെ പുറത്തെ ക്ലിനിക്കിൽ കാണിച്ച് ECGയും ഈ ECGയും കൂടി നോക്കിയിട്ട് ഡോക്ടർ അനിയത്തിയാണ് കയറിയത്. അനിയത്തിനോട് മുഴുമിപ്പിച്ചില്ല, ബ്ലോക്ക് എന്നുള്ളത് മുഴുമിപ്പിച്ചില്ല ഡോക്ടർ. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം എമർജൻസി ആയിട്ട് TMT എടുക്കുമെന്ന് പറഞ്ഞു. ഈ TMT ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ, എന്തുന്നാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ TMT എടുക്കാൻ വേണ്ടി വിട്ട്. അപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് വരാൻ പറ്റൂല. ചേച്ചിയുടെ 2 കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങൾ, പേരക്കിടാങ്ങളാണ്, അതുങ്ങളെ നോക്കണത് കൊണ്ട് ചേച്ചി വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന ചേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ അനിയത്തിയുണ്ട്, ടെൽസനുണ്ട്, എൻ്റെ മോനുണ്ട്. ഞങ്ങൾ എന്നെ TMTക്ക് കയറ്റി അതിൽ ആ മിഷ്യത്തിൽ നിൽക്കുമ്പോൾ ഈശോനോട് ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ഈശോ അവിടെ ഉണ്ടായിരുന്നു. ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു മതിലിൽ. ഈശോനോട് പറഞ്ഞു, ഈശോയെ ഞാൻ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്, ആകെ 5000 രൂപയും കൊണ്ടാണ് വന്നേക്കണത്. 2000 ഇപ്പം തന്നെ തീർന്ന്. ഇനിയുള്ളതിൽ ഇനിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കാശില്ല. ടെസ്റ്റിന് കാശുണ്ടാവും, മരുന്ന് മേടിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. ഈശോ എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷം തീരുമാനിച്ചോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ഈശോയോട് ഞാൻ സംസാരിച്ചു. പിന്നെ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അത് TMT എടുത്ത് എന്നെ ഇറക്കണത് വരെ ഞാനും ഈശോയും കൂടെയുള്ള സംസാരമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ TMTയും കഴിഞ്ഞ് ആ മിഷ്യത്തിൽ നിന്ന് ഇറങ്ങി 4 മണിയായപ്പോൾ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും ഈ ECGയുടെ റിസൾട്ടും TMTയുടെ റിസൾട്ടും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കയറി. ലൂർദിലെ ഡോക്ടർ ഇതിലേക്ക് നോക്കും, എന്നെ നോക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഡോക്ടർ എന്നെ 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കി. ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തുമെന്ന് കരുതിയല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ കരുതിയത് ഒന്നല്ലെങ്കിൽ എന്നെ ICUലോട്ട് കയറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമെന്ന് കരുതിയാണ് ഞാൻ പോയത് വീട്ടിൽ നിന്ന്. പക്ഷേ വൈകിട്ട് 6 മണിക്ക് ഞാൻ വീട്ടിലെത്തി. ഡോക്ടറിനടുത്ത് ഇറങ്ങുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു കതപ്പ് കാണുന്നതുകൊണ്ട് നമുക്കൊരു എക്കോയും കൂടെ എടുത്തേക്കാം, അതൊരു മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ട്. അങ്ങനെ മരുന്ന് പോലും, ഒരു പാരസിറ്റാമോൾ പോലും തന്നില്ല എനിക്ക്. ആ TMT മിഷത്തിൽ കയറി ഈശോനോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞ് പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് പോലും എനിക്കറിയില്ല. വേദനയാണോ എന്താണോ ഒന്നും എനിക്കില്ല. പിന്നെ എന്തിനാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് 6 മണിയായപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞാണ്, ഞാൻ വിളിച്ചപ്പോൾ നിന്നെ TMTക്ക് കയറ്റിയേക്കണമെന്ന് പറഞ്ഞ്. 1:30 മണി, ഉച്ചയ്ക്ക് 1:30 മണി 2025 നവംബർ 11-ാം മാസം, അതായത് 2025 ഈ കഴിഞ്ഞ നവംബർ മാസത്തിലെ ധ്യാനം നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കറിയാൻ പറ്റും. എന്നെ TMTക്ക് കയറ്റിയ നിമിഷം അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനത്തിൽ ബ്ലോക്കുകൾ വഴിമാറുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ആ സൗഖ്യം എനിക്കാണ് എൻ്റെ ചേച്ചി പ്രാർത്ഥിച്ച് എനിക്ക് മേടിച്ച് തന്നത്. എൻ്റെ ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം നൽകി. 2026 കാണുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല. എക്കോ 1 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞ് എക്കോ എടുത്ത് തിരിച്ച് വന്ന വഴി ഞാൻ ടെൽസിനോട് പറഞ്ഞത് എക്കോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നോർമലാണെന്ന് പറഞ്ഞ് ഇവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പോയി എടുത്തത്. എനിക്ക് താല്പര്യം ഉണ്ടായില്ല, എങ്കിലും പറഞ്ഞാൽ എന്നിട്ട് പോയി എടുത്ത് തിരിച്ച് വന്ന വഴി ഞാൻ പറഞ്ഞു, ഇത് ഈശോ തന്ന സൗഖ്യമാണ്, പരിശുദ്ധ അമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യമാണ്. ഇന്ന് കണക്ക് വെച്ച് നോക്കണമെങ്കിൽ ഇന്ന് എൻ്റെ 30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എല്ലാവരും പോണ ദിവസം. അത്രയും ഈശോ എന്നെ ചേർത്ത് പിടിച്ചാണ്. എന്താണ് ഞാൻ ഈശോയോടും മാതാവിനോടും ചെയ്തേ, എന്നെ ഇത്രയും കരുതാൻ എത്ര എനിക്കറിയില്ല പറയാനായിട്ട്. അത്രയും എൻ്റെ പരിശുദ്ധമ്മയും ഈശോയും എന്നെ ചേർത്ത് പിടിച്ചേക്കണേണ്. വിളിച്ചാൽ ഏത് സങ്കട നിമിഷത്തിലും വിളിച്ചാൽ ഈശോ കൂടെയുണ്ട്.
പിന്നെ കുർബാനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയുടെ ശരീരവും തിരുരക്തവും നാവിൽ സ്വീകരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ഒരു വർഷം മുമ്പേ തുടങ്ങി പ്രാർത്ഥിക്കണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടല്ല. അതെന്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇതായിരിക്കാം. ഈശോയെ സ്വീകരിച്ച് നാക്കിൽ സ്വീകരിക്കുന്ന നിമിഷം ഞാൻ അത് പതിയെ അലിച്ചലിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈശോയെ, നീ ഇറങ്ങിപ്പോകുന്ന വഴികളിലെല്ലാം എനിക്ക് സൗഖ്യം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയും ഈശോ സ്വീകരിച്ചിട്ടുണ്ടാകും. ഈശോനെ അറിയാമായിരിക്കും എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി തന്ന സൗഖ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. 5ാമത്തെ സാക്ഷ്യം, എൻ്റെ നെക്കിൻ്റെ ഇവിടെയായിട്ട് കഴുത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കുരു പോലെ വന്നായിരുന്നു. അത് ഒക്ടോബർ മാസത്തിലാണ്. അത് ഡോക്ടറെ കാണിച്ചായിരുന്നു. ഡോക്ടർ അത് പഴുപ്പുള്ളതുകൊണ്ട് കീറിക്കളയണം, പഴുപ്പ് കഴിഞ്ഞിട്ട് കീറിക്കളയാമെന്നാണ് പറഞ്ഞേച്ചത്. അങ്ങനെ ഒരാഴ്ചത്തെ മരുന്ന് വന്ന് ഒരാഴ്ച ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ ഉണ്ടാവില്ല, 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ്. പക്ഷേ ഈ 15 ദിവസം ഞാൻ പരിശുദ്ധ അമ്മയ്ക്കാണ് കൊടുത്തത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി എനിക്ക് സൗഖ്യം തരണം. എൻ്റെ ദേഹത്ത് കത്തി വെക്കരുത്, എനിക്ക് പേടിയാണ്. സൂചിയും കത്തിയൊക്കെ എനിക്ക് പേടിയാണ്. എൻ്റെ മോൻ എന്നെ കളിയാക്കിയായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് എന്തിനാ പേടി, 2 മക്കളെ അമ്മ പ്രസവിച്ചതല്ലേ എന്ന്. പക്ഷേ കുഞ്ഞുങ്ങളെ കാണാൻ എല്ലാ അമ്മമാരും കൊതിയോടുകൂടി നിന്ന് കൊടുക്കും, പ്രസവത്തിനാണെങ്കിലും ഓപ്പറേഷനാണെങ്കിലും എന്തിനാണെങ്കിലും. പക്ഷെ അതുപോലെ അല്ലല്ല ഇത്. അപ്പം ഞാൻ ഈശോനോടും മാതാവിനോടും പറഞ്ഞേച്ചി, എൻ്റെ ദേഹത്ത് കത്തി വെക്കരുതേ മാതാവേ, എനിക്ക് പേടിയാണെന്ന്. അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും മിക്സ് ചെയ്ത് ഞാൻ ആ കുരുവിൽ തേക്കുമായിരുന്നു. ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരി ഞാനിവിടെ സാക്ഷ്യം പറയുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിച്ചിനോർത്ത് ഈശോയോടും മാതാവിനോടും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ 2015 മുതലാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ തേവരപ്പള്ളിയിൽ ഞാൻ പോകുമ്പോൾ അവിടെ നിന്നാണ് പത്രം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര ആർത്തിയോടുകൂടിയാണ് ഞാൻ പത്രം എടുത്തുകൊണ്ട് വന്നിട്ട്, ഒരെണ്ണമല്ല, ഞാൻ 1-2 പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ എനിക്കറിയാവുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ പള്ളിയിൽ പത്രം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എനിക്കറിയാവുന്നവർക്കൊക്കെ കൊടുക്കും. കാരണം ഈ പ്രവൃത്തിയാണെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് എനിക്ക് കൊടുക്കാൻ ഒരുപാട് എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ആഴ്ചയിൽ 700 വെച്ച് ഞാനൊരു കുപ്പിയിലിട്ട് വെക്കും. അതിൽ നിന്നാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നത്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും, ഞാൻ ഷെയർ ചെയ്യും. എല്ലാ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഒരു വചനം, എൻ്റെ വാട്സപ്പിൽ എന്നും ഒരു വചനം ഉണ്ടാകും. പിന്നെ സ്ഥിരം സാക്ഷ്യങ്ങൾ കേൾക്കും. ഞാൻ വെളുപ്പിനെ 5:30 മണിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഞങ്ങളുടെ ജീവിതം. സാക്ഷ്യങ്ങളാണ് എൻ്റെ അടുക്കളയിൽ നിൽക്കുമ്പോൾ 2022 മുതൽ ഈ നിമിഷം വരെയും സാക്ഷ്യങ്ങളും ക്രിസ്ത്യൻ പാട്ടുകളല്ലാതെ എനിക്കറിയില്ല. ഒരു പുതിയ സിനിമയിലെ പാട്ട് പോലും എനിക്കറിയില്ല. ഇത് ഏത് പാട്ടാണെന്ന് പോലും എനിക്കറിയില്ല. ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ അടുക്കളയിൽ ഞാൻ നിൽക്കണ നിമിഷങ്ങൾ 5:30 മുതൽ രാവിലെ 8:30 വരെയും എന്നുള്ള സമയങ്ങളിൽ സാക്ഷ്യങ്ങളും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുമാണ് എൻ്റെ അടുക്കളയിലുള്ളത്. കാരണം ആ ഒരു എൻ്റെ അടുക്കളയിൽ കാണാനുമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ കിച്ചണിൽ ഒരു സാധനങ്ങളും കുറവ് മാതാവ് വരുത്താറില്ല. ഞങ്ങൾ കൽപ്പണിയാണ് എൻ്റെ ടെൽസനെങ്കിലും ഞങ്ങൾക്ക് എന്താണെന്ന് ഒരു ഭക്ഷണത്തിനൊരു മുട്ട് മാതാവ് ഇതുവരെ വരുത്തിയിട്ടില്ല. എൻ്റെ അടുക്കള എന്നും സമൃദ്ധമായിരിക്കും. മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം സാക്ഷ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അടുക്കളയാണ്. ഞാൻ എല്ലാവർക്കും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇനിയുള്ള ജീവിതവും ഉടമ്പടിയിലായിരിക്കണമെന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഇതിൽ വെച്ചേക്കുന്നത്. ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ചേക്കുന്നത്. ബൈബിൾ വായിക്കാറുണ്ട്. അരമണിക്കൂർ അച്ഛൻ പറഞ്ഞേക്കുന്നത് ഞാൻ സമയം കണ്ടെത്തി ബൈബിൾ വായിക്കാറുണ്ട്. എനിക്കിപ്പോൾ 42 വയസ്സായി. ഞാൻ ആദ്യമായിട്ടാണ് ബൈബിൾ വായിച്ച് തീർത്തേക്കണത്. ഇപ്പോൾ ഞാൻ 2ാമത് ബൈബിൾ വായിച്ച് തുടങ്ങി. പിന്നെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാറുണ്ട് ഇടയ്ക്ക്, എന്നിലും സന്ധ്യാപ്രാർത്ഥന കൂടാറുണ്ട് പള്ളിയിൽ. അതാണ് ഏറ്റവും വലുത്. നേരത്തെയൊക്കെ കുർബാനക്ക് പോയിരുന്നാൽ പല വിചാരമാണ്, പല ചിന്തകളാണ്, അവിടെ ഇവിടെ നോക്കിയിരിപ്പാണ്. പക്ഷേ ഇന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ അനുഭൂതിയാണ് അനുഭവിക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അത്രയും ഞാൻ ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ ഇനിയുള്ള ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. മാതാവേ ക്ഷമിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറയുന്നു, ഈശോയോടും പറയുന്നു. ഇനിയും അമ്മ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി. സാക്ഷ്യം പറയാൻ വൈകിയതിന് ക്ഷമ പറയുന്നു. ദൈവത്തിൽ മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. സങ്കീർത്തനം 62:5-6 വചനമാണ്. നമ്മുടെ മോചനവും രക്ഷയും ദൈവത്തിലാണ്. രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പരിഭ്രാന്തരാകാതെ ദൈവത്തിൽ ക്ഷമയോടെ കാത്തിരിക്കാനാണ് ഉടമ്പടി മക്കൾ ഉടമ്പടിയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ സഹായം പലപ്പോഴും താൽക്കാലികമായിരിക്കാം. ദൈവം നമ്മളെ താങ്ങുകയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്നാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കൾക്കും അനുഭവമാകുന്നത്.
നമ്മുടെ എല്ലാ പ്രത്യാശയും ദൈവത്തിൽ മാത്രമാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളിലല്ല, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സംരക്ഷണത്തിലാണ്, ആ സ്നേഹത്തിലാണ്. നമ്മുടെ കോട്ട, നമ്മുടെ സംരക്ഷണം, നമുക്കെല്ലാം പൂർണ്ണ സുരക്ഷയും നൽകുന്നത് ആ ദൈവമാണ്. ആ സുരക്ഷയുടെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ജെസ്സി ഡെൽസൺ എന്ന ഈ മകൾ നമ്മളോട് പങ്കുവച്ചത്. 2ാം നിലയിൽ നിന്നും വീണ ഒരു വ്യക്തി ദൈവത്തിൻ്റെ പരിപാലനയിലും സംരക്ഷണയിലും കാത്തു പരിപാലിച്ചതിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഈ മകൻ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. ഉടമ്പടി എടുത്ത മകളാണ്. അന്നും പതിവ് പോലെ തൈലം തേച്ച് വിട്ടു. കൽപ്പണിയാണ്. ജോലിയുടെ സുരക്ഷാ പ്രശ്നങ്ങളിലാണ് ഈ മകൻ വീണുപോയത്. അവിടെ ഈ പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകനെ താങ്ങി നിന്ന് സംരക്ഷിച്ചു. 2ാം നിലയുടെ മുകളിൽ നിന്ന് വീണ ഒരു വ്യക്തിയെ സംരക്ഷിക്കുക അത്ര എളുപ്പമല്ല. അത് ഈശോയും അമ്മയും മാത്രം ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ, ഒരു സംരക്ഷണത്തിൻ്റെ ഒരു വലയമാണ് ആ മകൻ്റെ ജീവിതത്തിൽ ഈ മകന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ സാധിച്ചത്. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. ഏത് രോഗം വന്നാലും ഉടമ്പടി തൈലവും ഉടമ്പടി വസ്തുക്കളുമാണ് ഈ മകളുടെ ഏക മരുന്ന്. ബ്രസ്റ്റിൽ മുഴ വന്ന ഒരു ഗ്രോത്ത് വന്നപ്പോൾ ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഉപയോഗിച്ചത്. നെഞ്ചുവേദനയും പുറവേദനയും വന്നപ്പോഴും ഡോക്ടർ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടായിരുന്നു പറഞ്ഞപ്പോഴും തിയേറ്ററിൽ സ്വന്തം ചേച്ചി ഉടമ്പടിയുടെ ധ്യാനം കേൾക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ജോസഫ് അച്ഛൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി, ഒരു ബ്ലോക്കുള്ളവരെ സൗഖ്യപ്പെടുത്തുന്നു എന്ന്. ആ മകൾ തൽക്ഷണം വിശ്വസിച്ച് ആ സമയത്ത് തന്നെയാണ് ഈ മകൾ ഹോസ്പിറ്റലിലായിരുന്നു. അവരുടെ വിശ്വാസത്താൽ ഈശോ രോഗിണിയെ സ്ത്രീയോട് പറഞ്ഞതുപോലെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വിശ്വാസം മൂലമാണ് ഈ മകൾക്ക് ആ തൽക്ഷണം ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചത്. പിന്നീട് കഴുത്തിലുണ്ടായിരുന്ന ഒരു ഗ്രോത്തിൻ്റെ കാര്യവും പറഞ്ഞു. അതും ഇതുപോലെ തന്നെയാണ്. ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി തൈലവും മാത്രം ഉപയോഗിച്ചാണ് ഈ മകളുടെ വിശ്വാസത്തിൽ, ഈശോയിലും അമ്മയിലുമുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ മകളുടെ പൂർണ്ണ രോഗസൗഖ്യത്തിന് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. ഈശോയുടെ സംരക്ഷണവും ആ രോഗസൗഖ്യവും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഈ മകളുടെ ജീവിതത്തിൽ പിന്നീട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയോട് പറയുമായിരുന്നു, നീ ഇറങ്ങിപ്പോകുന്ന വഴിയിലെല്ലാം എനിക്ക് രോഗസൗഖ്യം നൽകണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ നമ്മളും എല്ലാ ദിവസവും സ്വീകരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു നിമിഷമാണ്. ആ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ, ഭക്തിയോടെ നമ്മളും ഈശോയെ സ്വീകരിക്കാൻ തയ്യാറാകാം. ആ ഈശോ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പുത്തൻ അനുഭവങ്ങൾ നമുക്കും അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംരക്ഷകനായിട്ട്, നമ്മുടെ ദൈവമായിട്ട്, നമ്മുടെ അഭയശിലയായിട്ട്, നമ്മുടെ കോട്ടയായിട്ട് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊരിക്കലും കുലുക്കം തട്ടുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ സംരക്ഷകനാണ്. ആ സംരക്ഷകനായ ദൈവത്തിൽ നമ്മുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നേരിടുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമ്മുടെ സുരക്ഷിതങ്ങളെല്ലാം ഈ ദൈവമാണ് എന്ന് കരുതി ഈശോയിൽ മാത്രം നമ്മളെ സുരക്ഷകൾ അർപ്പിച്ച് ഒന്നും ഭയപ്പെടാതെ ദൈവത്തിൽ ശരണം പ്രാപിച്ച് ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ജെസ്സി ഡെൽസന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.